Hey guys, we are AleeZah. Welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഏതൊരാൾക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഒരുപാട് ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ഒരു ഐറ്റമാണില്ലേ ഈ ഒരു നെയ്യ്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിനെ നമുക്ക് ഏതൊരു അറിയാത്ത ആൾക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പശുവിൻ പാലിൽ നിന്ന് കിട്ടുന്ന പാൽപ്പാട നിങ്ങൾ ഫ്രീസറിൽ 1 അല്ലെങ്കിൽ 2 മാസമൊക്കെ നിങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കുക. അങ്ങനെ ഏകദേശം ഒരു 1 മന്തോളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാൽപ്പാടയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. നെയ്യ് നിങ്ങൾ എന്നാണോ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ ഒരു ദിവസം നിങ്ങൾ ഒരു 5-6 മണിക്കൂർ മുന്നേ തന്നെ ആ ഒരു പ്രിസർവ് ചെയ്ത് വെച്ചത് ഫ്രീസറിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വെക്കുക. ആ ഒരു 6 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പാത്രത്തിൽ എക്സ്ട്രാ കുറച്ച് വെള്ളമൊക്കെ കാണാൻ പറ്റുമോ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പുറത്ത് കളയാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചട്ടിയിൽ ഒഴിക്കുമ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ നേരം ഇളക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ആ ഒരു പാൽപ്പാടയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് അത്യാവശ്യത്തിനൊന്ന് കൂട്ടി വെക്കുകയും ചെയ്യുക. അപ്പോൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്യിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണേ. ഇപ്പം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടാണ് ഇളക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം കാണുവാൻ സാധിക്കുന്നില്ലേ? അങ്ങനെ ഇളക്കും തോറും പാൽപ്പാട ആ ഒരു രൂപത്തിൽ നിന്ന് മാറി നമുക്ക് നെയ്യായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഒരു ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മളത് അരിപ്പ കൊണ്ട് അരിച്ച് ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമുക്കത് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമുക്ക് എത്ര കാലം വരെയും നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.